ചില പ്രത്യേകതരം ആളുകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ അത്തരം ആളുകൾ നയിക്കുന്ന ചില സ്ഥാപനങ്ങൾ, ഉദാഹരണത്തിന് ന്യൂസ് ചാനലുകൾ, യൂട്യൂബ് ചാനലുകൾ എന്നിവയെക്കുറിച്ചാണ് ഇത്തവണ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ പ്രത്യേകത എന്താണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? പറയാം. അതിവൈകാരികത, ആൾക്കൂട്ടാക്രമണത്തെ പ്രോത്സാഹിപ്പിക്കൽ, ദുരന്തങ്ങളെയും ലൈംഗിക ആക്രമണങ്ങളെയും സെൻസേഷണലൈസ് ചെയ്യൽ, ഈ 3 കാര്യങ്ങളിലൂടെ വലിയൊരു ആൾക്കൂട്ടത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് കയ്യിലെടുത്ത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് ഇത്തരം ആളുകളുടെ പ്രത്യേകത. എന്തുകൊണ്ട് ചിലർ ഇങ്ങനെ ചെയ്യുന്നു? എന്തുകൊണ്ട് വലിയൊരു വിഭാഗം ഇതിൽ വീണു പോകുന്നു? എന്താണ് ഇതിന്റെ ആഫ്റ്റർ എഫക്ട്? ഈ 3 കാര്യങ്ങളും നമുക്ക് നോക്കാം ഇത്തവണത്തെ മല്ലു അനലിസ്റ്റിലൂടെ. വികാരവും വിവേകവും, അതായത് ഇമോഷണൽ തിങ്കിങ്ങും ലോജിക്കൽ തിങ്കിങ്ങും തമ്മിലുള്ള ഹെൽത്തിയായ ഒരു ബാലൻസ് ആണ് ഒരു മികച്ച സമൂഹത്തിന്റെ അടയാളം. പ്രശ്നങ്ങൾ എല്ലാ സമൂഹങ്ങളിലും എല്ലാ കാലവും ഉണ്ടാകാനിടയുണ്ട്. ആ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടുന്നു എന്നതാണ് ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതും പുറകോട്ട് നയിക്കുന്നതും നിന്നിടത്ത് തന്നെ നിർത്തുന്നതും. പലതരം നിസ്സഹായതകൾ നിലനിൽക്കുന്നിടത്ത് ആളുകൾ കൂടുതൽ വൈകാരികമായി പ്രതികരിക്കാനാണ് സാധ്യത കൂടുതൽ. പൊതുബോധം അങ്ങേയറ്റം വൈകാരികമായി പ്രതികരിക്കുമ്പോൾ ആ വൈകാരികതയെ മുതലെടുത്ത് അവരുടെ ഹീറോ ആകാനും പിന്നീട് ആ ഹീറോയിസം ഉപയോഗിച്ച് ലാഭം കൊയ്യാനും ശ്രമിക്കുന്നവർ ധാരാളമായി ഉണ്ടാകും. അങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ ഭൂരിപക്ഷത്തിന് കഴിയാതെ വരുമ്പോൾ ഇങ്ങേയറ്റത്തുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മുതൽ അങ്ങേയറ്റത്ത് നമ്മെ ഭരിക്കുന്നവർ വരെ നാം എന്ന സമൂഹത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കാലത്ത് മഞ്ഞപ്പത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ രീതിയാണ് ഇപ്പോൾ പല യൂട്യൂബേഴ്സും സോഷ്യൽ മീഡിയയിൽ ആളെ കൂട്ടാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു പ്രശ്നം, മഞ്ഞപ്പത്രങ്ങൾക്കില്ലാത്തൊരു ജനകീയ മുഖം യൂട്യൂബിനുണ്ട് എന്നതാണ്. ഇത്തരം വൈകൃതങ്ങൾക്ക് പരസ്യമായി ആരാധകരുണ്ട് എന്നതാണ്. എങ്ങനെയാണ് ഇത്തരം ആളുകളെ, സ്ഥാപനങ്ങളെ നമ്മൾ തിരിച്ചറിയുക? ഒന്നാമത്തെ കാര്യം അതിവൈകാരികതയാണ്. ഇവരുടെ തമ്പനയിലായാലും ഉള്ളടക്കമായാലും ഓവറായുള്ള ഇമോഷനുകളിൽ കുതിർത്തിയെടുത്തതായിരിക്കും. മാത്രമല്ല അത് പൊതുവികാരവുമായി ഒത്തുപോകുന്നതുമായിരിക്കും. ഇനി അതല്ലെങ്കിൽ ആളെ കൂട്ടാൻ മറ്റൊരു വഴിയുണ്ട്. തമ്പനയിൽ പൊതുവികാരത്തിനെതിരെ ഇടുക, പക്ഷെ കണ്ടന്റ് നേരെ തിരിച്ചായിരിക്കും. തമ്പനയിൽ കണ്ട് ഇമോഷണലായി തെറിവിളിക്കാൻ വരുന്നവർ കണ്ടന്റ് കണ്ട് ഇമോഷണലായി നിങ്ങൾ വലിയവനാണ് സഹോ എന്ന് കമന്റ് ഇട്ട് പോണം. രണ്ടായാലും ഇമോഷൻ മുഖ്യമാണ്. പലപ്പോഴും ഇതൊരു വൈകൃതമാണെന്ന് ഭൂരിപക്ഷം തിരിച്ചറിയുന്നില്ല എന്നതാണ് പ്രശ്നം. രണ്ടാമത്തെ പോയിന്റ് ആൾക്കൂട്ടാക്രമണത്തെ പ്രോത്സാഹിപ്പിക്കലാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ദുരന്തമോ അപകടമോ ഒക്കെ സംഭവിക്കുമ്പോഴാണ് ഇത് കാണാൻ കഴിയുക. ബോഡി ഷെയ്മിംഗ്, തെറിവിളി, കൊല്ലാനുള്ള ആഹ്വാനം, ഇതൊക്കെ പൊതുബോധം കുറ്റവാളി എന്ന് കരുതുന്ന ഒരാൾക്കെതിരെ ഉപയോഗിക്കാൻ എളുപ്പമാണ്. ആൾക്കൂട്ടത്തിന്റെ വികാരവും ഫ്രസ്ട്രേഷനും റെസനേറ്റ് ചെയ്ത് ഒരാൾ പബ്ലിക്കായി പറയുമ്പോൾ ജനം അയാളെ ഹീറോ ആക്കും. അയാൾ പറയുന്നത് എന്ത് വൃത്തികേടാണെങ്കിലും. തന്തയില്ലാത്തവൻ, നാറി, ചെറ്റ, അവനെയും അതേ കുഴിയിലിട്ട് മൂടണം, അവന്റെ മക്കളോടാണ് എനിക്ക് പറയാനുള്ളത്, വേശ്യ, ഡാഷ് മോഡ്, നാട്ടുകാർ കൊള്ളില്ലാഞ്ഞിട്ടാണ്, പെട്രോൾ ഒഴിച്ച് കത്തിക്കണം എന്നൊക്കെ അങ്ങേയറ്റം വികാരാവേശത്തോടെ പ്രതിയെന്നോ കുറ്റവാളിയെന്നോ കരുതുന്നവരെ പറ്റി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് വിളിച്ചു പറയുക. എന്നിട്ട് ഇതേ കാരണം കൊണ്ട് നാളെ ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ ആത്മഹത്യ ചെയ്തയാൾക്ക് വേണ്ടി വീണ്ടും വികാരധീനനാവുക. ഇതൊക്കെയാണ് ഇത്തരം ആളുകളുടെ ഒരു സ്ഥിരം രീതി. മൂന്നാമത്തെ പോയിന്റ് വ്യക്തികളെ ആക്രമിക്കുന്ന രീതിയാണ്. ഇവർക്ക് എപ്പോഴും എതിരെ നിർത്താനും തെറി വിളിക്കാനും ഒരു വ്യക്തി വേണം. സിസ്റ്റം, റൂട്ട് കോസ്, ഇതൊന്നും ആളുകളെ ആകർഷിക്കുന്ന ഒന്നല്ല എന്ന് ഇവർക്ക് നന്നായി അറിയാം. വികാരം ഉപയോഗിക്കാൻ വ്യക്തികളാണ് ഏറ്റവും നല്ലത്. ഒരാളെ തെറി വിളിക്കുക, മറ്റൊരാൾക്ക് വേണ്ടി കരച്ചിൽ അഭിനയിക്കുക, സ്വന്തം കാര്യം നേടുക. അതിനപ്പുറം ആ പ്രശ്നത്തെ സമീപിക്കുന്നതിൽ ഒരു തരി ആത്മാർത്ഥത ഇത്തരം ആളുകളിൽ നിന്നും പ്രതീക്ഷിക്കരുത്. നാലാമത്തെ പോയിന്റ് എമ്പതി ഇല്ലായ്മയാണ്. വികാരം വിറ്റ് ജീവിക്കുന്ന ഇത്തരം ആളുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ലാക്ക് ഓഫ് എമ്പതിയാണ്. വികാരത്തെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന് നന്നായി അറിയാവുന്ന ഇക്കൂട്ടർക്ക് മറ്റൊരാളുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. മറ്റൊരാൾക്ക് സംഭവിക്കുന്ന ദുരന്തങ്ങളെ, പ്രത്യേകിച്ച് ബലാത്സംഗം, കൊലപാതകം എന്നിവയെ അങ്ങേയറ്റം സെൻസേഷണലൈസ് ചെയ്ത് കഥ പറയാൻ ഇവർക്ക് കഴിയുന്നത് അതുകൊണ്ടാണ്. കാലങ്ങളോളം നീതി ലഭിക്കാത്ത ഒരാളെ പറ്റി പോലും അങ്ങേയറ്റം മോശമായ തമ്പനയിൽ ഉണ്ടാക്കി വ്യൂസ് കൂട്ടാൻ ഇവർക്ക് കഴിയുന്നത് ഈ പറയുന്ന എമ്പതി ഇല്ലാത്തത് കൊണ്ടാണ്. ബലാത്സംഗത്തെയൊക്കെ അങ്ങേയറ്റം വിൽപ്പന ചരക്കാക്കി മാറ്റുന്നത് കാണുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഇവർ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണോ എന്ന്. വ്യക്തികളെ വ്യക്തികളായി പരിഗണിക്കാനും ബഹുമാനിക്കാനും ഇത്തരം ആളുകൾക്ക് കഴിയാത്തത് കൊണ്ടും അവർക്ക് മനസ്സിലാകുന്ന ഒരേയൊരു രീതി അമ്മ, പെങ്ങൾ, ഭാര്യ എന്നത് മാത്രമായതുകൊണ്ടും അവരുടെ അതേ രീതിയിൽ അവരോടൊരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്തരം അപകടങ്ങൾ സംഭവിച്ചതും നീതി ലഭിക്കാതെ പോയതും നിങ്ങളുടെ സ്വന്തം ആളുകൾക്കായിരുന്നെങ്കിൽ നിങ്ങൾ അതിനെ ഇത്രമാത്രം സെൻസേഷണലൈസ് ചെയ്യുമായിരുന്നോ? വിക്ടിമിനെ ബഹുമാനിക്കാത്ത തരത്തിലുള്ള തമ്പനയിലും ടൈറ്റിലും ഉണ്ടാക്കുമായിരുന്നോ? എമ്പതിയെ പറ്റി പറയുമ്പോൾ കുറച്ച് ഡീപ്പായി തന്നെ പറയേണ്ടതുണ്ട്. നമുക്ക് എമ്പതിയെ 3ആയി തിരിക്കാം. കോഗ്നിറ്റീവ് എമ്പതി, എമോഷണൽ എമ്പതി, കമ്പാഷനറ്റ് എമ്പതി. മറ്റുള്ളവരുടെ എമോഷൻസിനെ മനസ്സിലാക്കാൻ കഴിയുന്നതിനെയാണ് കോഗ്നിറ്റീവ് എമ്പതി എന്ന് പറയുക. മറ്റൊരാളുടെ എമോഷനെ അനുഭവിക്കാൻ കഴിയുന്നതിനെയാണ് എമോഷണൽ എമ്പതി എന്ന് പറയുക. കമ്പാഷനേറ്റ് എമ്പതി എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ എമോഷനെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടർക്ക് ആകെയുള്ളത് കോഗ്നിറ്റീവ് എമ്പതി മാത്രമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൾക്കൂട്ടത്തിന്റെ ഇമോഷൻ എന്താണെന്ന് അവർക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് അവർ എമോഷണൽ എമ്പതി ഫേക്ക് ചെയ്യുന്നു. അങ്ങനെ കാണുന്ന ഭൂരിപക്ഷത്തിനെ സമർത്ഥമായി പറ്റിക്കുന്നു. കമ്പാഷനേറ്റ് എമ്പതി അടുത്തുകൂടി പോയിട്ടില്ല എന്ന് സാരം.
ലൈംഗികതയെയൊക്കെ സെൻസേഷണലൈസ് ചെയ്ത് സൈക്കോളജിക്കൽ മാനിപ്പുലേഷനൊക്കെ നടത്തി ഒരു നല്ലവനാകൽ പ്രക്രിയയാണ് ഇത്തരം ആളുകളുടെ ഓരോ വീഡിയോയും. അതിനുവേണ്ടി എന്ത് കളിയും കളിക്കും. എന്തുകൊണ്ടാണ് ഭൂരിഭാഗം ആളുകളും ഈ എമോഷണൽ അത്യാചാറിൽ വീണു പോകുന്നത്? പ്രധാന കാരണം നമ്മുടെ തലച്ചോറിലുള്ള പ്രാചീന ഭാഗത്തിന്റെ കളിയാണ്. അപകടം, ലൈംഗികത, ഭക്ഷണം ഇവയോടൊക്കെ ഓവർ റിയാക്ട് ചെയ്യുന്ന നമ്മുടെ തലച്ചോറിനെയാണ് പല യൂട്യൂബേഴ്സും മുതലെടുക്കുന്നത്. പ്രത്യേകിച്ച് അപകടവും ലൈംഗികതയും. മുന്നിലുള്ള ഒരു വസ്തു അപകടമാണോ, ഭക്ഷണമാണോ, സെക്സ് ചെയ്യാൻ പറ്റിയ ഒരാളാണോ എന്ന് തിരിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് അതിന് റിയാക്ട് ചെയ്യുക എന്നത് നമ്മുടെ ജീവിവർഗത്തിന്റെ അതിജീവനത്തിന് ഏറ്റവും ആവശ്യമായ കാര്യങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് ഈ മൂന്നിനെയും നന്നായി പൊലിപ്പിക്കുന്ന തമ്പനയിലുകൾ കണ്ടാൽ കൂടുതൽ പേരും ഞെക്കിപ്പോകുന്നു. അവ മിസ്ലീഡിംഗ് ആണെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അങ്ങനെയുള്ള കണ്ടന്റുകൾ ഒഴിവാക്കാനുള്ള ബുദ്ധി നമ്മൾ കാണിക്കണം. രണ്ടാമത്തെ കാരണം ഷാഡൻ ഫ്രോയിഡ് അഥവാ ഈ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കുനിഷ്ഠ സുഖമാണ്. വീഡിയോയിൽ പറയുന്ന അപകടമോ ദുരന്തമോ എനിക്ക് സംഭവിച്ചില്ലല്ലോ, മറ്റൊരാൾക്കാണല്ലോ സംഭവിച്ചത്, ഞാൻ സേഫ് ആണല്ലോ എന്ന ചിന്തയിൽ നിന്നും വരുന്ന ഒരു കുനിഷ്ഠ സുഖമാണത്. ഈ പറഞ്ഞതിന്റെയൊക്കെ അർത്ഥം ഇത്തരം ടോപ്പിക്സ് ചർച്ച ചെയ്യപ്പെടരുത് എന്നല്ല. തീർച്ചയായും അവയൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷെ ചർച്ചകളാണോ ഇത്തരം വീഡിയോകളിൽ നടക്കുന്നത്? അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഭൂരിപക്ഷവും എന്തുകൊണ്ട് ഇത്തരം വീഡിയോസ് കൂടുതൽ കാണുന്നു എന്നതിന്റെ മൂന്നാമത്തെ കാരണം കിട്ടുക. ഒട്ടും ചിന്തിച്ച് ബുദ്ധിമുട്ടേണ്ട എന്നതാണത്. പൊതുസമൂഹം അംഗീകരിച്ച കുറ്റവാളിയെ യൂട്യൂബർ തെറി വിളിക്കുന്നു, കുറച്ച് മസാല ചേർത്ത് കഥ കൊഴുപ്പിക്കുന്നു, ആൾക്കൂട്ട ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വാചകങ്ങൾ കസർത്തുന്നു. കാണുന്നവർ മറ്റൊന്നും ചിന്തിക്കാതെ കമന്റ് ബോക്സിൽ കുറ്റവാളിയെ കുറെ തെറി വിളിക്കുന്നു. എന്തൊക്കെയോ ചെയ്തു എന്ന ആശ്വാസം അവർക്ക് കിട്ടുന്നു. അവർ അടുത്ത വീഡിയോയിലേക്ക് പോകുന്നു. എന്നാൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നു? എന്താണ് അതിന്റെ റൂട്ട് കോസ്? ഒരു സമൂഹം എന്ന നിലയിൽ എങ്ങനെ നമുക്കതിനെ നേരിടാം എന്നതൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ കാണണമെങ്കിൽ, അതിന് പ്രതികരിക്കണമെങ്കിൽ ചിന്തിക്കേണ്ടി വരും. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ചിന്തിക്കുക എന്ന് പറയുന്നത് തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം ഊർജ്ജം ചെലവഴിക്കേണ്ട ഒരു ആക്റ്റീവ് പ്രോസസ്സാണ്. അതൊഴിവാക്കി വൈകാരികമായി കണക്ട് ചെയ്യുന്നതാണ് എളുപ്പവും. അതാണ് കൂടുതൽ പേർ ചെയ്യുകയും ചെയ്യുക. ഇനി ഇതുകൊണ്ടുള്ള ദോഷം എന്താണ്? എപ്പോഴും മുന്നും പിന്നുമില്ലാതെ ഇമോഷണലായി മാത്രം പ്രതികരിക്കുന്ന ജനത എന്നത് ഒരു സമൂഹം എന്ന നിലയിലുള്ള പക്വതയില്ലായ്മയെയാണ് കാണിക്കുന്നത്. ഇത്തരമൊരു സമൂഹത്തെ യാഥാർത്ഥ്യത്തിൽ നിന്നും അകറ്റി വൈകാരികമായ കാരണങ്ങൾ ഉണ്ടാക്കി തമ്മിൽ തല്ലിച്ച് തങ്ങൾക്ക് കിട്ടേണ്ട അടിസ്ഥാന ആവശ്യങ്ങളെപ്പറ്റി പോലും ബോധമില്ലാത്ത ഒരു ജനതയാക്കി മാറ്റാൻ അതിന് ശ്രമിക്കുന്നവർക്ക് എളുപ്പമാണ്. ഈ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ യൂട്യൂബേഴ്സോ സോഷ്യൽ മീഡിയയോ വന്നതിന് ശേഷം പൊട്ടിമുളച്ചതൊന്നുമല്ല. നമ്മൾ അതിനു മുൻപും വൈകാരികമായി മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടവർ തന്നെയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കിയപ്പോൾ ചിലർ അവിടെയും അത് ഉപയോഗിച്ചു എന്ന് മാത്രം. ആളുകളെ ഇങ്ങനെ വൈകാരികമായി മുതലെടുക്കുന്നവരെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.